അമേരിക്കയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നരേന്ദ്രമോദി മൗനം തുടരുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കാർഷികം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്നും മോദി സർക്കാർ കോർപ്പറേറ്റുകളെ വളർത്തുകയാണെന്നും MA ബേബി പറഞ്ഞു. Donald Trump is behaving as though he is not just the President of the United States of America, but the President of this planet. So the manner in which tariffs are being declared also is very strange. As we know, the US legal system itself came out declaring that this kind of imposition of tariffs is against the law of the land, that is United States of America. The point is that his Indian friend, Mr. Narendra Modi, is not standing up and resisting these absolutely illegal moves of Donald Trump. It is a violation of international law, what he is actually doing. And according to the federal court, it is in violation of the American law also. പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി MA ബേബി. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേർന്നു. റഷീദ്, പലസ്തീനിന് നേരെ ഇസ്രായേൽ നടത്തുന്ന നരഭേദം അടക്കമുള്ള വിഷയങ്ങൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തൊപ്പം തന്നെ ട്രംപിൻ്റെ തീരുവ ഭീകരവാദത്തിനെതിരെ നിസ്സംഗത പുലർത്തുന്ന മോദിയുടെ നിലപാടിനെക്കുറിച്ചും എന്തൊക്കെയായിരുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങളെക്കുറിച്ച് MA ബേബി വിശദീകരിച്ചത്? സിജു, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദില്ലിയിൽ ചേർന്നിട്ടുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ വിശദാംശങ്ങളാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. ഇതിൽ ട്രംപിൻ്റെ ഭീകര തീരുവയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഈ ഇസ്രായേൽ അനുകൂല സമീപനത്തിനെതിരെയും ശക്തമായി അപലപിക്കുന്നു എന്നുള്ളതാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം മോദിയും മൗനം പാലിക്കുന്നു എന്നുള്ള ആരോപണം കൂടി ജനറൽ സെക്രട്ടറി MA ബേബിയും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഈ അധിക തീരുവയൊക്കെ തന്നെയും രാജ്യത്തിനകത്തെ സാമ്പത്തികം, കാർഷികം, അതോടൊപ്പം വിവിധ മേഖലകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കൊക്കെ തന്നെയും മുമ്പിൽ കണ്ണടക്കുന്ന സമീപനമാണ് BJP സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ MA ബേബി വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഏറെ പ്രധാനപ്പെട്ടത് ഇസ്രായേൽ അനുകൂല നിലപാടാണ്. പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഇസ്രായേലിനെ സമീപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും മോദിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് ശക്തമായി അപലപിക്കുന്നു എന്നുള്ള കാര്യം കൂടി CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കുകയാണ്. ഈ 2 പ്രധാന വിഷയങ്ങളിലും രാജ്യവ്യാപകമായിക്കൊണ്ട് ക്യാമ്പയിനുകളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ അവസാന വാരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുമെന്നുള്ള തീരുമാനം കൂടി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം GST പരിഷ്കരണം അത് ഏറെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയും GST പരിഷ്കരണത്തിലൂടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. നേരത്തെ കേരളത്തിന് 10,000 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നേതാക്കളൊക്കെ തന്നെയും സമാനമായിട്ടുള്ള വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോർപ്പറേറ്റുകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് GST പരിഷ്കരണത്തിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം മറ്റു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടി ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുള്ളത് കൂടിയും കേന്ദ്ര കമ്മിറ്റിയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം രാജ്യവ്യാപകമായി നടത്തുന്ന SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്ക തന്നെയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പുറത്തുവിടണം എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഇത്തരത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പരിശോധിക്കപ്പെടാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകണമെന്നുള്ളത് കൂടി ഈ ചർച്ചയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ച അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യം കൂടി വിമർശനമായിക്കൊണ്ട് MA ബേബി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ചയുണ്ടായിരുന്നത്. എന്തായാലും മോദിയുടെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും അതോടൊപ്പം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്.